കളർഫുൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ? അതും റോസ് ഫ്ലവേഴ്സ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിപ്പോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ റോൾ ടൈപ്പ് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു 4 എടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന്റെ റൗണ്ട് ഇട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലടപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിരുന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് എത്ര സർക്കിൾ കിട്ടും എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ആ കുപ്പിയുടെ അടപ്പിന്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ 2 കിട്ടും, ചിലതിൽ നിന്ന് 1 കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് 2 കിട്ടി, എന്നാലും ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ കുറച്ചൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇനി അത് 4 ഒന്നിച്ച് പിടിച്ചിട്ട് ഡാർക്ക് വയലറ്റ് കളർ ഇതാ സൈഡിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ബ്രഷ് പെനാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ റോസ് കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സെന്ററിൽ യെല്ലോ കളർ ഇതാ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് 4 വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന്റെ നടുവിലേക്കൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് 2 പിളർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് മറിച്ച് വെച്ചിട്ട് അവിടെയും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ലപോലെ സ്പ്രെഡായിട്ട് ആ കളേഴ്സൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ആ സൈഡിൽ അടിച്ചു കൊടുത്തിരിക്കുന്ന ആ വയലറ്റ് കളറൊക്കെ കണ്ടോ, സ്പ്രെഡായിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഇതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോൾ വീഡിയോ കുറച്ച് ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് കളറൊന്നും കറക്റ്റായിട്ടൊന്നും ഇങ്ങോട്ട് കാണുന്നില്ല. ഇനി ഇതാ നമ്മൾ ഏറ്റവും ഭംഗിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ റോസപ്പൂ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഏറ്റവും ഭംഗിയിൽ എനിക്ക് റോസപ്പൂ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ട് റോസപ്പൂ ഉണ്ടാക്കുന്നോ ഈ ഒരു രീതി തന്നെ പറ്റുള്ളൂ. എന്തായാലും ഇത് കണ്ടുപിടിച്ചവർക്ക് ഒരു ഷേക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെ ഇരിക്കുമെന്ന്. ഒരു കളർഫുൾ റോസ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അത് കാണാനായിട്ട് ഒരു ആകാംക്ഷ തന്നെയായിരുന്നു. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ സെന്ററിലേക്ക് ഇതിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന ആ ഇതളുകളില്ലേ, അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വിടർത്തി കൊടുത്തോട്ടോ. അപ്പൊ ആ ഇടയിൽ വന്നേക്കുന്ന ചെറിയ ഗ്യാപ്പില്ലേ, അതൊക്കെ ഒന്ന് ഫില്ലായി കിട്ടും. ഇനി ഇതാ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഗ്രീൻ കളർ ഞാൻ ഇങ്ങനെ ബ്രഷ് പെൻ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിന്റെ മുകൾ വശം നമുക്കൊന്ന് പതുക്കൊന്ന് വെട്ടി കൊടുക്കുക. അത് കഴിഞ്ഞത് അതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഫെവിക്കോള് തേച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ പൂവ് എടുത്തിട്ട് പതുക്കെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂവിന്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് പതുക്കെ പറ്റുള്ളൂ. നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുത്തില്ലേ, ആ സമയത്ത് ഫസ്റ്റ് ചെയ്തത് ഞാൻ ഒരു മജന്ത കളറായിരുന്നു അടിച്ചു കൊടുത്തത്. ആ റോസ് അടിച്ചു കൊടുത്തില്ലേ, ആ സ്ഥലത്ത് മജന്ത കളറായിരുന്നു അടിച്ചു കൊടുത്തത്. അതാണ് ഒരെണ്ണത്തിന് ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നേക്കുന്നത്. അത് അത്ര ഭംഗിയായില്ല. അപ്പൊ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറിയത് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ ഫ്ലവേഴ്സും കൂടി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ വേസ് പോലെ നല്ല ഭംഗിയിൽ ഇരിക്കും കേട്ടോ. പിന്നെ കമന്റ് ചെയ്ത് അറിയിക്കണം, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേറെ കളറിലുള്ള വേറെ റോസും കൂടിയും ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.